ഹരേ നാരായണ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണ തുളസി എന്ന കഥ ഭക്തകവി പൂന്താനത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ആ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3-ാം ഭാഗം. കൂടല്ലൂർ നമ്പൂതിരിയും നമ്മുടെ എമ്പ്രാന്തിരി ബാലനും തമ്മിലുള്ള സംഭാഷണം തന്നെയാണ് ഇന്നും തുടരുന്നത്. തണുത്ത മഞ്ഞുകണം നെറ്റിയിൽ പതിച്ചപ്പോഴാണ് കൂടല്ലൂർ നമ്പൂതിരി ഉറക്കമുണർന്നത്. ഓലക്കുട ആൽത്തറയ്ക്ക് താഴെ വീണ് കിടക്കണു. ഈറനണിഞ്ഞ കാറ്റിൽ വിറച്ചു തുള്ളുന്ന ആലിലകളും ചിലപ്പും ഉയരുന്നുണ്ട്. 2 നാൾ കൊണ്ടെങ്കിലും തിരുനെല്ലിയിലെത്തണം. വെയിലിന് ചൂട് കൂടുമ്പോഴേക്ക് ഒരു വീർപ്പ് നടക്കേണ്ടതുണ്ട്. ശുക്രോദയം കഴിഞ്ഞ് കുളത്തിലിറങ്ങി ഗായത്രി മന്ത്രം ജപിച്ച് ജലാഞ്ജലി ചെയ്തു. കുളി കഴിഞ്ഞ് പടവുകൾ കയറുമ്പോഴാണ് കുളത്തിൻ്റെ കരയിൽ കോൽവിളക്കം പിടിച്ച് തലേന്ന് രാത്രി കണ്ട എമ്പ്രാന്തിരി നിൽക്കുന്നത് കണ്ടത്. യാത്ര പുറപ്പെടുന്നു അല്ലേ? എമ്പ്രാന്തിരി ചോദിച്ചു. അതെ അതെ, നാം തന്നെ ഇപ്പം അങ്ങോട്ട് നിരീച്ചേ ഉള്ളൂ. പോകണേന് മുമ്പ് എമ്പ്രാനെ കാണാൻ തരാവില്ലേ ഭഗവാനേന്നൊരു സന്ദേഹം. അങ്ങ് മനസ്സിൽ നിരൂപിച്ചപ്പോഴേക്കും എമ്പ്രാൻ ഇങ്ങടെ എത്തിയല്ലോ. അതും ഭഗവാന്റെ മായ തന്നെ. ഇരുവരും ആൽത്തറയ്ക്കരികിലെത്തി. വസ്ത്രം മാറി ചുമലിൽ ഭാണ്ഡം കയറ്റി ഓലക്കുട എടുക്കും വരെ അവർക്കിടയിലുണ്ടായ നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് കൂടല്ലൂർ നമ്പൂതിരി ചോദിച്ചു, എമ്പ്രാൻ എന്താ ഒന്നും പറയാത്ത? കൂടല്ലൂരെ മഹൻ തിരുമനസിനോട് എമ്പ്രാൻ എന്താ പറയണ്ടേ? ഒരു കാര്യം വ്യക്തമായിട്ട് അങ്ങോട്ട് പറയാലോ. അങ്ങ് ഒരു ജന്മം കൂടി മനുഷ്യനായി ജനിക്കണം. വിഷ്ണുപാദത്തിൽ മോക്ഷം കാത്തു കഴിയണ നമുക്ക് ഇനിയും ഒരു മനുഷ്യജന്മമോ? അതിരു കടന്നുള്ള തൻ്റെ വർത്തമാനം അറിവില്ലായ്മ കൊണ്ടാണെന്ന് നിരൂപിച്ച് നാം ക്ഷമിച്ചേർക്കണു. വാക്കുകൾക്ക് കാരിരുമ്പിൻ്റെ മൂർച്ച. നമ്പൂതിരി നീരസത്തോടെ അവനെ നോക്കുകയും ചെയ്തു. ഹൈ, അവിടുന്ന് ഇങ്ങനെ ക്ഷിപ്രകോപിയായാലോ? എമ്പ്രാൻ പറയണത് നമ്പൂരി ഒന്ന് കേക്കി. എമ്പ്രാന്തിരി നിവേദിച്ചതും വിളമ്പി വെച്ചതും നമ്പൂതിരിക്ക് കഴിക്കാം. കുടിക്ക് നീർവീഴ്ത്തിക്കൂടാ അല്ലേ? ഭക്തിയിൽ അധിഷ്ഠിതമായ അങ്ങയുടെ ശുദ്ധ ജീവിതത്തിൽ സന്തുഷ്ടനായ ഭഗവാൻ അങ്ങേക്ക് മോക്ഷം തരാനിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്തായി? ഇടത് കൈകൊണ്ട് കുടിക്ക് നീർ വീഴ്ത്തി ഭവിഷ്യത്തും ചെയ്തു. മോക്ഷത്തിനു വേണ്ടി ഇനി ഒരു ജന്മം കൂടി അങ്ങ് മനുഷ്യനായി ജനിക്കണം. ബാലനാണെങ്കിലും അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നമ്പൂതിരിക്കും തോന്നി. കണ്ണിൽ ഇരുട്ട് വരക്കുന്നതായും ഭൂമി കീഴ്മേൽ മറിയുന്നതായും കൂടല്ലൂർ നമ്പൂതിരിക്ക് അനുഭവപ്പെട്ടു. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ വെച്ച് ഇടത് കൈകൊണ്ട് വലത് കൈയിലേക്ക് കുടിക്ക് നീർ വീഴുമ്പോൾ അതൊരപരാധമാണെന്ന തോന്നൽ പോലും ഉണ്ടായില്ല. മോക്ഷപ്രാപ്തി കയ്യെത്തും അകലത്തിലായിരിക്കെയാണ് ഇങ്ങനെയൊരു ദുര്യോഗം. മോക്ഷം ഇനിയും ഒരു ജന്മത്തിനപ്പുറമായില്ലേ? നമ്പൂതിരിയുടെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞതുപോലെ എമ്പ്രാന്തിരി ആശ്വസിപ്പിച്ചു. അവിടുന്ന് വ്യാകുലപ്പെടാതിരിക്കുക. അങ്ങ് അടുത്ത ജന്മവും ഒരു ഉത്തമ ബ്രാഹ്മണനായിരിക്കും. പൂന്താനം എന്ന് പേരുള്ള ഇല്ലത്ത് അങ്ങ് പുനർജനിക്കും. ഭഗവത് ഭക്തനായി ജീവിക്കും. ജീവിതാന്ത്യത്തിൽ ഭഗവാൻ നേരിട്ട് വന്ന് അങ്ങയെ കൊണ്ടുപോകും. എമ്പ്രാന്തിരി ബാലൻ്റെ ആശ്വാസവചനങ്ങൾ ശാന്തമായ ഒരു അശരീതിയായിട്ടാണ് കൂടല്ലൂർ നമ്പൂതിരിക്ക് തോന്നിയത്. മനസ്സ് തളർന്ന നമ്പൂതിരി നടക്കുന്നതിനിടെ തിരിഞ്ഞൊന്നു നോക്കി. കോൽവിളക്ക് പിടിച്ച അത്രയും നേരം തന്നോട് സംസാരിച്ച് നിന്നിരുന്ന എമ്പ്രാന്തിരി അപ്രത്യക്ഷമായിരിക്കുന്നു. എമ്പ്രാൻ ക്ഷേത്രത്തിലേക്ക് പോയി കാണുമെന്ന് നമ്പൂതിരി വിചാരിച്ചു. ചെയ്തു പോയ അപരാധം കൂടല്ലൂർ നമ്പൂതിരിയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു.
തിരുനെല്ലിയിലേക്കുള്ള നടത്തം ഇനി എന്തിന് എന്ന തോന്നൽ പോലും ഉണ്ടായി. മാനസികാഘാതത്താൽ വിശപ്പും ദാഹവും തോന്നിയില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഭഗവാന്റെ ആശ്രിത വത്സലനാണ്. എന്നിട്ടും ഭഗവാൻ എന്തേ തന്നോടിങ്ങനെ ക്രൂരമായി പെരുമാറിയെന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു നമ്പൂതിരിയുടെ നടത്തം. ഹരേ നാരായണ. ഇന്നത്തെ ഈ കഥയുടെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.